യാക്കോബ് നബിയുടെയും റാഹേലിന്റെയും മകനായിരുന്നു. യൂസഫ് നബിക്ക് ബെന്യാമിൻ എന്നു പേരുള്ള ഒരു ഇളയ സഹോദരനുമുണ്ടായിരുന്നു. യാക്കോബ് നബിക്ക് ആകെ 12 മക്കളാണ് ഉണ്ടായിരുന്നത്. എങ്കിലും യാക്കോബ് നബിക്ക് കൂടുതലിഷ്ടം യൂസഫ് നബിയോടും ബെന്യാമിനോടുമായിരുന്നു. അതുകാരണം മറ്റു സഹോദരങ്ങൾക്ക് യൂസഫ് നബിയോടും ബെന്യാമിനോടും അസൂയയുണ്ടായിരുന്നു. ഒരിക്കൽ യൂസഫ് നബി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും കുറെ നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം യൂസഫ് നബിയെ താഴ്ന്നു വണങ്ങുന്നതായും യൂസഫ് നബി സ്വപ്നത്തിൽ കണ്ടു. കുട്ടിയായ യൂസഫ് നബിക്ക് ഇത് കണ്ട് വളരെ അത്ഭുതം തോന്നി. എന്നാൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് യൂസഫ് നബിക്ക് മനസ്സിലായില്ല. അതിനാൽ യാക്കോബ് നബിയുടെ അടുക്കൽ ചെന്ന് യൂസഫ് നബി കണ്ട സ്വപ്നം വിശദീകരിച്ചു. ഉപ്പാ, ഞാൻ സ്വപ്നത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമൊക്കെ കണ്ടു. അവർ എൻ്റെ മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും കണ്ടു. യാക്കൂബ് നബിക്ക് യൂസഫ് നബി കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. യാക്കൂബ് നബി വളരെയധികം സന്തോഷവാനായി. അദ്ദേഹം യൂസഫ് നബിയോട് പറഞ്ഞു, അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യൂസഫ്. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അള്ളാഹു നിനക്ക് അറിവ് നൽകുകയും നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റുകയും ചെയ്യും എന്നാണ്. യാക്കൂബ് നബി വളരെ അറിവുള്ള പ്രവാചകനായിരുന്നു. യൂസഫ് നബി കണ്ട സ്വപ്നം സഹോദരങ്ങൾ അറിഞ്ഞാൽ അത് അവരിൽ യൂസഫ് നബിയോടുള്ള ശത്രുത കൂട്ടാൻ ഇടയാക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം യൂസഫ് നബിയോട് ഈ സ്വപ്നത്തെപ്പറ്റി നിന്റെ സഹോദരങ്ങൾ ആരും അറിയരുത് എന്നുപദേശിച്ചു. പക്ഷേ നിഷ്കളങ്കനായ യൂസഫ് നബി സഹോദരങ്ങളോട് തൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ് അവരുടെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. ഉപ്പ, നമ്മളെക്കാൾ യൂസഫിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപക്ഷെ അവൻ നല്ല സുന്ദരനായതുകൊണ്ടായിരിക്കും. അവൻ്റെ ശല്യമില്ലാതാക്കണം. നമുക്ക് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? പക്ഷേ നമ്മൾ എങ്ങനെ അവനെ കൊല്ലും? ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണം. അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാണുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാം. ആരെങ്കിലും വന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയാക്കി ദൂരേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അതായിരിക്കും നല്ലത്. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ഈ വിധം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യാക്കൂബ് നബിയുടെ അടുത്തെത്തി. യൂസഫ് നബിയെ അവരുടെ കൂടെ അയക്കാനായി ആവശ്യപ്പെട്ടു.